തൃശ്ശൂർ കിച്ചൺ ആൻഡ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം തൂക്കമുള്ള ഒരു കരിമീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, വിനാഗിരി. ആദ്യം കരിമീൻ ഫ്രൈ ചെയ്യാനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ അല്പം ഉപ്പ് ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഒരു അര സ്പൂൺ മുളക് പൊടി, ഒരു അര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് നല്ല ചുവന്ന കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അധികം ലൂസ് ആവേണ്ട ആവശ്യമില്ല. നല്ല ടൈറ്റിൽ നമ്മൾക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിത് കരിമീൻമേ പുരട്ടി കൊടുക്കാം. ഞാൻ കരിമീൻ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ വരഞ്ഞ് വെച്ചതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങുന്ന വിധത്തിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ കരിമീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഒരല്പം വിനാഗിരിയും ഉപ്പും ചേർത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉളുമ്പും മറ്റും പെട്ടെന്ന് പോയി നമുക്ക് നല്ല ഫ്രഷായ മീൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ മസാല കരിമീൻ്റെ വയറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്കിതിന് ശേഷം ഇത് ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാനിൽ വെളിച്ചെണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മൾ കരിമീൻ നമ്മളുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ പൊള്ളിച്ചതിൻ്റെ കരിമീൻ നമ്മൾക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഹാഫ് കുക്ക്, അതായത് ഒരു മീഡിയം ഫ്രൈയിൽ നമ്മൾക്കിതിനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കരിമീൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിന് വേണ്ട ഇല ഒന്ന് വാട്ടിയെടുക്കാം. ഞാനൊരു മീഡിയം സൈസ് തൂശനിലയും പിന്നെ ഒരു ചെറിയ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വാട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, തക്കാളി ചോപ്പ് ചെയ്തത്, ഉപ്പ്, പിന്നെ 3-4 കുടംപുളി തിളപ്പിച്ച് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനിതിപ്പോൾ ഒരു 2 സവാളയാണ് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. 2 മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്കൊന്ന് വാട്ടിയെടുക്കാം. നമ്മൾക്കിത് മസാലയുടെ സാൾട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് നമ്മളുടെ ചോപ്പ് ചെയ്ത സവാള വാടി കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളുടെ സവാള അത്യാവശ്യം നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതും ചേർത്ത് നമ്മൾക്കിതൊന്ന് വാട്ടിയെടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ഈ സമയത്ത് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ലോവിലേക്ക് മാറ്റി നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു അര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. എണ്ണ തെളിയുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോവിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് പൊള്ളിച്ചതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുടപ്പുളി വേവിച്ച് എടുത്ത വെള്ളമാണ് ചേർക്കുന്നത്. കരിമീൻ പൊള്ളിച്ചതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പുളിയാണ്. കുടംപുളിയുടെ പുളിയാണ് നമ്മൾക്ക് മെയിനായിട്ട് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കേണ്ടത്. നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഒരല്പം കുടപ്പുളിയുടെ വെള്ളം കൂടി ഒഴിച്ച് നമ്മൾക്ക് മസാല ഒന്നും കൂടി ലൂസാക്കി തയ്യാറാക്കിയെടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ഇല ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇലയുടെ നീളം എന്ന് പറയുന്നത് നമ്മളുടെ കരിമീനിൻ്റെ ഒരു 2 ഇരട്ടി നീളം ഈ ഇലയ്ക്ക് കിട്ടണം. അതാണ് ഒരു ഏകദേശം അളവ്. പിന്നെ നമ്മളുടെ പൊള്ളിച്ച മീനെ സേഫാക്കി ലഭിക്കാൻ വേണ്ടി ഒരു ചെറിയ ഇലയും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഏറ്റവും പുറമേ ഉള്ള ഇല കത്തി അല്ലെങ്കിൽ കരിഞ്ഞു പോയാലും നമ്മുടെ ഉള്ളിലുള്ള ഇലയിൽ നമ്മളുടെ കരിമീൻ സേഫായിട്ടിരിക്കും. അതിനു വേണ്ടിയാണ് ഒരു പീസ് എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മളുടെ മസാലയുടെ പകുതി ആദ്യം വെച്ച് ഇതേമാതിരി ഒന്ന് പരത്തിയെടുക്കാം. ഇതിന് മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കരിമീൻ വെച്ചിട്ട് ബാലൻസ് മസാല അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. നമ്മൾ കാശ്മീരി ചില്ലി ചേർത്തതുകൊണ്ട് നല്ല കളർഫുള്ളായിട്ടുള്ള മസാല നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഇതേപോലെ നമ്മൾക്ക് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് പൊതിഞ്ഞ് കെട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ വള്ളി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇലയുടെ തണ്ടിന്മേൽ നിന്നാണ് വള്ളി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കരിമീൻ പൊള്ളിച്ചത് ഇല അഴിക്കുമ്പോൾ നമ്മൾക്ക് കാണാനായിട്ടൊരു ഷോക്ക് വേണ്ടിയാണ് ഈ വേപ്പില നമ്മൾ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തത്. നമ്മൾക്കിനി ഇതൊന്ന് പൊതിഞ്ഞ് കെട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പാൻ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കരിമീനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് ശേഷം അതായത് പാൻ നന്നായി ചൂടായതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾക്കൊരു അടപ്പ് വെച്ച് ഇതിന് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനൊന്ന് മറച്ചു വെച്ച് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി നമ്മൾക്ക് ഈ ഹാഫ് ഫ്ലെയിമിൽ തന്നെ അതല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ കെട്ട കഴിച്ച് എങ്ങനെയുണ്ട് സംഭവമെന്ന് നോക്കാം. പുറത്തെ ഇല അല്പം ഡാമേജ് ആയാലും നമ്മളുടെ ഉള്ളിൽ വെച്ച ഇലയിൽ നമ്മളുടെ കരിമീൻ പൊള്ളിച്ചത് വളരെ സേഫായിട്ടിരിക്കുന്നുണ്ട്. നല്ല കിടുക്കൻ കരിമീൻ പൊള്ളിച്ചത് നമ്മൾക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും അതേമാതിരി തന്നെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.
നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കി ഓൾ സെലക്ട് ചെയ്യുക.